അടക്കമുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് മഹിളാ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാബ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, RSSന് അടിയറ വെച്ച, RSSന് ദാസ്യപ്പണി ചെയ്യുന്ന കേരളത്തിന്റെ ADGPയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബലാത്സംഗത്തിൽ പ്രതിയായ മുകേഷ് MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്ത് 1350 പരം കേന്ദ്രങ്ങളിൽ നടന്ന പന്തംകൊളുത്തി പ്രകടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് അല്പസമയം മുമ്പ് ഈ പോയിന്റിൽ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അവർ നിർവഹിച്ച് നമ്മൾ മെയിൻ റോഡ് ചുറ്റിയോടെ എത്തിയത്. ഈ സംരംഭത്തിന് സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുവാനായി കേരള KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അവരുടെ സാദരം ക്ഷണിച്ചോളുന്നു. ലോകം കണ്ട ഭീരു ADGP അജിത് കുമാർ എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലിനെ കൊണ്ട് RSSുമായി സന്ധി ചെയ്യാൻ തലയിൽ മുണ്ടമിട്ട് അങ്ങ് തൃശ്ശൂരിലും പിന്നെ കോവളത്തുമൊക്കെ പോയപ്പോ എന്തിനാണ് MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത്, BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ കണ്ടതെന്ന ചോദ്യത്തിന് ഇന്ന് വരെ CPM മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുക, ആടിനെ പട്ടിയാക്കുന്ന പോലെ പറയുക, കോൺഗ്രസ്സുകാർ RSSുമായിട്ട് സന്ധി ചെയ്തെന്ന്. 1977 അന്ന് പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോ RSSകാരുടെ ഫോട്ടോയും വെച്ച് വോട്ട് പിടിച്ച കഥയൊന്നും മലയാളികൾ മറന്നിട്ടില്ല. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPയുമായി വോട്ട് കച്ചവടം നടത്തിയത് മലയാളികൾ മറന്നിട്ടില്ല. ഏറ്റവും അവസാനം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് അങ്കിത് അശോകൻ മാത്രമല്ല, ഈ പറയുന്ന ADGP പരനാറ് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പൂരം കലക്കി അവിടെ നാടകീയമായി സുരേഷ് ഗോപിയെ കൊണ്ടിറക്കി തൃശൂർ പാർലമെന്റ് മണ്ഡലം BJPക്ക് കൊടുക്കുന്ന നേതൃത്വം നൽകിയ സംഘി വിജയൻ രാജിവെക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഇന്ന് ഹൈക്കോടതി ഇട്ട് കേരളത്തിലെ സർക്കാരിനെ അലക്കിയപ്പോ അതും ഒരു അഭിമാനമെന്ന് പറയുന്ന പിണറായി വിജയനോട് കൊല്ലം MLA പീഡന പരമ്പരയിൽ ആരോപണ വിധേയനായ കൊല്ലം MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൂടി